സോ ഹായ് ഓൾ, നമ്മളിന്ന് പഠിക്കാൻ പോണത് പെർ സി പി യു അലോക്കേഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. സോ നമുക്ക് ആ ടോപ്പിക്കിലേക്ക് കിടക്കാം. സോ അപ്പൊ the modern SMB capable operating systems uses per CPU data, that is the data that is only used by one specific processor. സോ എന്താണ് ഒരു SMB കേപ്പബിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് സിമെട്രിക് മൾട്ടി പ്രോസസിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതായത് ഈ SMB എന്ന് പറയുമ്പോഴത്തേക്കിനും വിച്ച് ഇസ് എ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, അവിടെ എന്താ ടു ഓർ മോർ ഐഡന്റിക്കൽ പ്രോസസ്സേഴ്സ് share a single main memory, okay, and are controlled by a single operating system. So ഒരു രണ്ടോ അതിൽ കൂടുതലോ പ്രോസസ്സേഴ്സ്, ഐഡന്റിക്കൽ ആയിട്ടുള്ള പ്രോസസ്സേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മെയിൻ മെമ്മറിനെ ഷെയർ ചെയ്ത് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ഒരു സിമെട്രിക് മൾട്ടി പ്രോസസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സിമെട്രിക് മൾട്ടി പ്രോസസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സിമെട്രിക് മൾട്ടി പ്രോസസിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത് per CPU data. ഒരു CPU ഡേറ്റാസ് ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ഡേറ്റ ദാറ്റ് ഈസ് ഓൺലി യൂസ്ഡ് ബൈ വൺ സ്പെസിഫിക് പ്രോസസർ. അപ്പൊ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രോസസർ മാത്രമേ ഡേറ്റാസ് യൂസ് ചെയ്യത്തുള്ളായിരിക്കും. യൂഷ്വലി per CPU data is stored in an array. അപ്പൊ per CPU, അതായത് ഒരു പ്രോസസർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഡേറ്റ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു per CPU ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത് എങ്ങനെയായിരിക്കും, യൂഷ്വലി ഒരു അറേ ഫോർമാറ്റിലായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഈച്ച് എൻട്രി ഇൻ ദ അറേ ഈസ് ഫോർ വൺ പോസിബിൾ പ്രോസസർ ഓൺ ദ സിസ്റ്റം. അപ്പം അറേയിലേക്കുള്ള ഓരോ എൻട്രി എന്ന് പറയുന്നതും പോസിബിൾ ആയിട്ടുള്ള ഒരു പ്രോസസറിലേക്കുള്ള എൻട്രികളായിരിക്കും. ഓക്കെ, സോറി, ഫോർ വൺ പോസിബിൾ പ്രോസസർ ഓൺ സിസ്റ്റത്തിലെ ഒരു പ്രോസസറിന് വേണ്ടി മാത്രമുള്ളതായിരിക്കും നമ്മൾ ഈ ഒരു അറേയിലേക്ക് എൻട്രി ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, per CPU the current processor number is used to look up right item in the array. അപ്പം നമുക്ക് എന്താ, ഈ ഒരു പ്രോസസർ നമ്പർ വെച്ചിട്ട് എന്താ റൈറ്റ് ആയിട്ടുള്ള ഐറ്റം, നമ്മുടെ അറേക്ക് ആയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള ഐറ്റത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ലുക്കപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. Okay, so this is how the 2.4 kernel handles per CPU data. Okay, ഇങ്ങനെയാണ് റൈറ്റ് ഐറ്റം ഇൻ ദ അറേ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ 2.4 kernel per CPU ഡേറ്റയെ ഹാൻഡിൽ ചെയ്യുന്നത്. ആൻഡ് ദിസ് മെത്തേഡ് വർക്ക് ഫൈൻ. സോ എ ലോട്ട് ഓഫ് 2.6 കേർണൽ കോഡ് സ്റ്റിൽ യൂസ്. ഇത് 2.4 കേർണലിലെ സിസ്റ്റം ആണ്. സോ അതുകൊണ്ട് തന്നെ ഇത് 2.6ലും മേ ബി ഇത് യൂസ് ചെയ്യുന്നുണ്ട്, കാരണം ഒരു മെത്തേഡ് ഫൈൻ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, സോ അതായത് ഈ SMB ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ എന്തായിരിക്കും, ഒരു പ്രോസസ്സർ മാത്രമേ ആ ഡേറ്റയെ യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ ഡേറ്റ per CPU ഡേറ്റ സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു അറേ ഫോർമാറ്റിലായിരിക്കും. അപ്പം ഈ അറേയിലേക്കുള്ള ഓരോ എൻട്രികളും ഒരു പോസിബിൾ ആയിട്ടുള്ള പ്രോസസ്സറിന്റെ ആയിരിക്കും. ഓക്കെ, സോ ഈ ഒരു പ്രോസസർ നമ്പർ വെച്ചിട്ട് ഐറ്റത്തിനകത്തുള്ള അറേക്കകത്തുള്ള റൈറ്റ് ഐറ്റത്തിനെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം നമുക്കൊരു അറേനെ എങ്ങനെ ഡിഫൈൻ ചെയ്യും, ടു ഡിഫൈൻ അറേനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോഡാണ് ഇത് അൺസൈൻഡ് ലോങ് മൈ per CPU NRC2. ഈ കോഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അറേനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി അറേനെ നമുക്ക് ആക്സസ് ചെയ്യണം. ഓക്കെ, എങ്ങനെ, ഇൻഡ് CPU equal to get CPU, so to get the current processor and to turn off the kernel. Okay, then preemption, so to do some operations, my per CPU plus plus, and print k my per CPU and CPU percentage d is modulus in the u bar n CPU my per CPU put CPU. So this is in the kernel preemption back, to turn the kernel preemption back. So this is the ആക്സസ് ചെയ്യാനും അതുപോലെ തന്നെ ഡിഫൈൻ ചെയ്യാനായിട്ടുള്ള രണ്ട് കോഡുകളാണ് നമ്മളിവിടെ കണ്ടത്. Then നമുക്ക് ഇനി you don't need to
lock because the data is only used by the അപ്പൊ ഒരു പ്രോസസ്സർ ആയിരിക്കും ഒരു ഡേറ്റ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ലോക്ക് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ദാറ്റ് മീൻസ് ലോക്ക് ചെയ്യേണ്ടത് എപ്പോഴാണ്? കറണ്ട് ആയിട്ട് ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വേറൊരു പ്രോസസ്സിന് ഇതിന്റെ റിസോഴ്സിനെ ആക്സസ് ചെയ്യണം. സോ അതാണ് എന്ത്, അപ്പത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്? ലോക്ക് അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇവിടെ റേസ് കണ്ടീഷൻസ് ഒഴിവാക്കാനായിട്ട്, അതായത് ഈ ഒരു സമയത്ത് രണ്ട് ടാസ്ക് ഒരു റിസോഴ്സസിനെ യൂസ് ചെയ്യുന്ന ഒഴിവാക്കാനായിട്ട് ലോക്ക് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഈ പ്രോസസ്സർ ലോക്ക് ഉള്ളതുകൊണ്ട് ഈ പ്രോസസ്സർ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പ്രോസസ്സർ ലോക്ക് കിട്ടുന്നു. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? വീണ്ടും അത് കണ്ടിന്യൂ ചെയ്തു. സോ ഇവിടെ നമുക്ക് ലോക്കിന്റെ കാര്യം വരുന്നില്ല. കാരണം എന്താ? കറന്റ് പ്രോസസ്സർ ഡേറ്റ ഈസ് ഓൺലി യൂസ്ഡ് ബൈ ദ കറന്റ് പ്രോസസ്സർ. ഇഫ് only the current processor uses this data, then there is no concurrency issue and it's safe to use without locking. So ഇവിടെ ഒരു പ്രോസസ്സർ മാത്രം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ കൺകറൻസി ഇല്ല. There is no concurrency. The only worry, ഇവിടെ നമുക്ക് കൺകറൻസി ഇല്ല, അതുകൊണ്ട് തന്നെ ലോക്ക് ഇല്ല. ഓക്കെ, ലോക്ക് ഇല്ല, കൺകറൻസി ഇല്ല, പിന്നെ കൺകറൻസിയുടെ ഇഷ്യൂ വരുന്നില്ല. പക്ഷെ ഇവിടെ ആകെ ഉള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? പ്രീംഷനാണ്. പ്രീംഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഒരു പ്രോസസ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു പ്രോസസ്സ് വരികയാണ് അത് റിസോഴ്സിനെ അക്വയർ ചെയ്ത് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ. അപ്പം ഹൈ പ്രയോറിറ്റി ഉള്ള ഒരു പ്രോസസ് ആണ് വന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ഹൈ പ്രയോറിറ്റി ഉള്ള പ്രോസസ്സിനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അതാണ് പ്രീംഷൻ. സോ ഇവിടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് പ്രീംഷൻ ആണ്. സോ ഈ കേർണൽ പ്രീംഷൻ രണ്ട് പ്രോബ്ലത്തിനെ കോസ് ചെയ്യാം ഇവിടെ. Okay, if your code gets preempted and continues running on another, അപ്പൊ നമ്മുടെ കോഡ് preempted ആയി എന്നിട്ട് running continues ചെയ്തു on another processor, so CPU variable is now wrong because it points to the older. അപ്പോഴത്തേക്ക് എന്താ? CPU യുടെ പോയിന്റർ എന്ന് പറയുന്നത് റോങ് ആണ്. കാരണം കറന്റ്ലി ഒരു പ്രോസസ്സറിൽ നമ്മുടെ എന്താ കോഡ് റൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ പ്രിന്റ് ചെയ്തിട്ട് വേറൊരു പ്രോസസ്സറിൽ കൊണ്ടുവന്ന് റൺ ചെയ്തു. പക്ഷെ ഇവിടത്തെ പോയിന്റർ എന്ന് പറയുന്നത് പോയിന്റ് ചെയ്തിട്ടുള്ള എന്താണ്? ഓൾഡ് പ്രോസസ്സറിന്റെ വേരിയബിളിലേക്കാണ്. ഓക്കെ, അപ്പോഴത്തേക്കും CPU വേരിയബിൾ അപ്പം റോങ് ആയി. ദാറ്റ് മീൻസ് യു കാൺ സ്ലീപ് ആഫ്റ്റർ കോളിംഗ് ഗെറ്റ് CPU. ഓക്കെ, രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഇഫ് അനദർ ടാസ്ക് പ്രീംപ്റ്റ്, വേറൊരു ടാസ്ക് വന്നിട്ട് നമ്മുടെ കോഡിനെ പ്രീംപ്റ്റ് ചെയ്തു. സോ ഇറ്റ് മൈറ്റ് യൂസ് my per CPU on the same processor. അപ്പൊ എന്താ അത് വന്നിട്ട് my per CPU എന്ന് പറയുന്ന, നമ്മൾ നേരത്തെ പഠിച്ച my per CPU എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? അറ്റ് ദ സെയിം ടൈം ആ സെയിം പ്രോസസ്സറിൽ അപ്ലൈ ചെയ്യും, അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെ. സോ എന്തായിരിക്കും? വിച്ച് പ്രോസസ്സർ റേസ് കണ്ടീഷൻ. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താവും? റേസ് കണ്ടീഷൻ അവിടെ ഉണ്ടാവും. റേസ് കണ്ടീഷൻ എന്താവും? അവിടെ ഉണ്ടാവും. ആക്സസ് ചെയ്യാനും ഡിഫൈൻ ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്തത് മൈപ്പർ CPU എന്ന് പറയും. അപ്പം വേറെ പ്രോസസ്സ് ഒന്ന് പ്രിന്റ് ചെയ്തിട്ട് ഈ മൈപ്പർ CPU യൂസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നുണ്ട്? റേസ് കണ്ടീഷൻ. ദാറ്റ് മീൻസ് രണ്ട് പ്രോസസ്സ് ഒരു സമയത്ത് നടക്കുമ്പോൾ റേസ് കണ്ടീഷൻ ഉണ്ടാവും. ബട്ട് യു ഡോണ്ട് worry too much because the get CPU call turn off kernel preemption and gives you the processor. പക്ഷെ നമ്മളത് വറി ചെയ്യേണ്ട കാര്യമില്ല. get CPU എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. സോ ആ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? കേർണൽ പ്രീംഷനെ ടേൺ ഓഫ് ചെയ്യുന്നു ആൻഡ് നമുക്ക് പ്രോസസർ നമ്പർ എന്താണോ ആ പ്രോസസറിനെ റിട്ടേൺ ബാക്ക് ചെയ്യും. ഓക്കെ, then matching put CPU calls turn കേർണൽ പ്രീംഷൻ ബാക്ക്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് കേർണൽ പ്രീംഷൻ, അതായത് കേർണൽ പ്രീംഷൻ ഓഫ് ചെയ്യുന്ന ഒരു എന്താ പുട്ട് CPU അല്ലെ. സോ ഗെറ്റ് CPU ആണ് എന്ത് ചെയ്യുന്നത്? കേർണൽ പ്രീംഷനെ ഓഫ് ചെയ്യുന്നത്. സോ പുട്ട് CPU എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നത്? ടേൺസ് ദ കേർണൽ പ്രീംഷൻ ബാക്ക്. If we use SMB processor ID, നമുക്ക് SMB processor ID യൂസ് ചെയ്തു to get the processor number കിട്ടുന്നതിനായിട്ട്. It does not turn off the kernel preemption. So always use get CPU and put CPU to stay. അപ്പം get CPU എന്ന് പറയുമ്പോൾ നമ്മുടെ കേർണൽ പ്രീംഷനെ എന്ത് ചെയ്യുന്നുണ്ട്? ടേൺ ഓഫ് ചെയ്യുന്നുണ്ട്. അതേപോലെ put CPU ആണെങ്കിൽ എന്താ? പ്രീംഷൻ ബാക്ക് ഓൺ.
ഓക്കെ. അതേസമയം SMB പ്രോസസർ ഐ ഡി യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രോസസറിന്റെ നമ്പർ കിട്ടുന്നു, അതേപോലെ തന്നെ കേർണൽ പ്രീംഷനെ അവിടെ ടേൺ ഓഫ് ചെയ്യുന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഗെറ്റ് CPU-വും അതുപോലെ തന്നെ ഈ പുട്ട് CPU-വും നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ കേർണൽ പ്രീംഷൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ടേൺ ഓഫ് ചെയ്ത് അവിടുത്തെ ആ പ്രോബ്ലം ഒഴിവാക്കാൻ പറ്റും. സോ അത്രയും. ഓക്കെ.